Hello everyone, welcome to a new video. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളാണ്. അതെങ്ങനെയൊക്കെയാണ് ഒരു സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് ലേറ്റ് ആക്കാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ടു ദ വീഡിയോ. നമ്മളിവിടെ ഫസ്റ്റ് പഠിക്കുന്നത് പഠിക്കുക എന്നുള്ള വാക്കാണ്. പഠിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ സ്റ്റഡി എന്ന് പറയും. പഠിക്കുക, സ്റ്റഡി. പഠിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? പഠിച്ചു, സ്റ്റഡീഡ്. ഞാൻ മാത്സ് പഠിച്ചു, ഐ സ്റ്റഡീഡ്. ഞാൻ പഠിച്ചു. എന്താണോ പഠിച്ചത് അത് പറയാം നമുക്ക്. ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വേർഡാണ് നമുക്ക് വാങ്ങുക. ഒരു സാധനം വാങ്ങുക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ബൈ എന്ന് പറയാം. ബൈ, വാങ്ങുക, വാങ്ങുക, ബൈ. ബൈ അല്ലെങ്കിൽ നമുക്ക് പകരം പർച്ചേസ് എന്നും യൂസ് ചെയ്യാം. പർച്ചേസ്, ഞാൻ പർച്ചേസ് ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ വാങ്ങിച്ചു എന്നുള്ള അർത്ഥമാണ്. സോ ബൈ, വാങ്ങുക, അതുപോലെ പർച്ചേസ്. ഇനി ഒരു സാധനം നമ്മൾ വാങ്ങിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ബൈൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? ബൈൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ബോട്ട്. ബോട്ട്, വാങ്ങി അല്ലെങ്കിൽ വാങ്ങിച്ചു എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? സോ ഒരു സാധനം വാങ്ങിച്ചു എന്ന് പറയണമെങ്കിൽ ഐ ബോട്ട്, ഞാൻ വാങ്ങിച്ചു. ഷീ, അവൾ, ബോട്ട്, വാങ്ങിച്ചു. എ കാർ, ഷീ ബോട്ട് എ കാർ, അവൾ ഒരു കാറ് വാങ്ങിച്ചു. ഷീ ബോട്ട് എ കാർ, അവൾ ഒരു കാറ് വാങ്ങിച്ചു. ഐ ബോട്ട് ചോക്ലേറ്റ്സ്, ഞാൻ ചോക്ലേറ്റ്സ് വാങ്ങിച്ചു. ഹീ ബോട്ട് എ ന്യൂ ഡ്രസ്, അവനൊരു പുതിയ വസ്ത്രം വാങ്ങിച്ചു. ഇങ്ങനെ വാങ്ങിച്ചു അല്ലെങ്കിൽ വാങ്ങി ഓൾറെഡി പാസ്റ്റിൽ ചെയ്തു എന്ന് പറയാനായിട്ട് നമ്മൾ ബോട്ട് എന്നുള്ളതാണ് യൂസ് ചെയ്യുക. വാങ്ങി, ബോട്ട്. വാങ്ങുക, ബൈ. ഇനി പർച്ചേസിന് പകരം നമുക്ക് പാസ്റ്റ് ടെൻസിൽ എന്ത് യൂസ് ചെയ്യാം? പർച്ചേസ്ഡ്. പർച്ചേസ്ഡ്, പാസ്റ്റ് ടെൻസിൽ പർച്ചേസ്ഡ്. ഐ പർച്ചേസ്ഡ്, ഞാൻ വാങ്ങി എന്നുള്ള അർത്ഥം വരും. ഇനി നമുക്ക് ഈ ഒരു വാക്ക് കൊണ്ടുവരിക. കൊണ്ടുവരിക എന്ന് വെച്ചാൽ എന്താണ്? കൊണ്ടുവരിക എന്ന് വെച്ചാൽ ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് നമുക്ക് നമ്മുടെ അടുത്തേക്ക് എത്തിക്കുക അല്ലേ? അപ്പോൾ അതിന് കൊണ്ടുവരിക എന്നുള്ളതിന് നമുക്ക് ഇംഗ്ലീഷിൽ ബ്രിങ് എന്ന് പറയാം. ബ്രിങ്, ബ്രിങ്, കൊണ്ടുവരിക, ബ്രിങ്. അപ്പോൾ കൊണ്ടുവന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടോ? കൊണ്ടുവന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രോട്ട്. എന്താ ഇംഗ്ലീഷിൽ പറയാം? ബ്രോട്ട്. കൊണ്ടുവന്നു, ബ്രോട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് പലപ്പോഴും തെറ്റിപ്പോകുന്ന ഒരു മിസ്റ്റേക്കാണ് ബോട്ടും ബ്രോട്ടും തമ്മിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് നമുക്ക് വന്നു പോകാറുണ്ട്, കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. വാങ്ങി എന്ന് പറയാനായിട്ടാണ് നമ്മൾ ബോട്ട് ഉപയോഗിക്കുന്നത്. കൊണ്ടുവന്നു എന്ന് പറയാനായിട്ടാണ് നമ്മൾ ബ്രോട്ട് യൂസ് ചെയ്യുന്നത്. സോ നമുക്കറിയാം ഇവിടെ ബ്രിങ്ങിൽ ഒരു ആർ പ്രസന്റ് ആണല്ലേ, ബ്രോട്ടിലും ഉണ്ട്. സോ ബ്രിങ്ങിന്റെ പാസ്റ്റ് ആണ് ബ്രോട്ട്. കൊണ്ടുവന്നു, ബ്രോട്ട്. വാങ്ങി, ബോട്ട്. സോ ഞാനൊരു മോതിരം കൊണ്ടുവന്നു, ഐ ബ്രോട്ട്, ഞാൻ കൊണ്ടുവന്നു. എ റിംഗ്, ഒരു മോതിരം. ഞാനൊരു മോതിരം കൊണ്ടുവന്നു, ഐ ബ്രോട്ട് എ റിംഗ്. ക്ലിയർ ആണോ? നെക്സ്റ്റ് സെന്റൻസ് നമുക്ക് നോക്കാം. തുടങ്ങുക. തുടങ്ങുക എന്നുള്ളതിന് നമുക്ക് ഒന്നെങ്കിൽ ബിഗിൻ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് എന്ന് പറയാം. ബിഗിൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറയാം. സ്റ്റാർട്ട് എന്നുള്ളത് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്തു, ഇങ്ങനെ സ്റ്റാർട്ട് എന്നുള്ള വാക്ക് നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ തുടങ്ങുക എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബിഗിൻ എന്നും യൂസ് ചെയ്യാം. അപ്പൊ തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ടോ ബിഗിൻ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് began. began. I began learning English. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി. I began, ഞാൻ തുടങ്ങി. learning English. I began learning English. ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് പറയാം. ബിഗാനിന് പകരം നമുക്ക് സ്റ്റാർട്ട് എന്നുള്ള വാക്കും യൂസ് ചെയ്യാം. സ്റ്റാർട്ട്, പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് started. So began എന്നുള്ളതിന് പകരം I started learning English. I started learning English.
ഇസ് ഇറ്റ് ക്ലിയർ? നെക്സ്റ്റ് നമുക്ക് നോക്കാം കടം കൊടുക്കുക. കടം കൊടുക്കുക എന്നുള്ളതിന് നമുക്ക് എന്താ ഇംഗ്ലീഷ് പറയാൻ പറ്റുക? കടം കൊടുക്കുക എന്നുള്ളതിന് നമുക്ക് ലെൻഡ് എന്ന് പറയാം. ലെൻഡ്. ലെൻഡ് മണി. ക്യാൻ യു ലെൻഡ് മണി? നിനക്ക് പൈസ കടം കൊടുക്കാൻ കഴിയുമോ? ലെൻഡ്, കടം കൊടുക്കുക. ഇനി കടം കൊടുത്തു. സോ പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ ലെൻഡ്. ഇപ്പൊ സ്പെല്ലിങ് ശ്രദ്ധിക്കുക, ഇവിടെ ഡി ആയിരുന്നു, ലെൻഡ് കടം കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ടി. ഐ ലെൻഡ് ഹിം, ഞാൻ അവന് കടം കൊടുത്തു. ഐ ലെൻഡ് ഹിം 100 rupees, ഞാൻ അവന് 100 രൂപ കടം കൊടുത്തു. ഐ ലെൻഡ് ഹിം 10 rupees, ഞാൻ അവന് 10 രൂപ കടം കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ലെൻഡ് എന്ന് എഴുതുമ്പോൾ ഇവിടെ ടി ആണ് എഴുതേണ്ടത്. സോ നമ്മൾ ഇന്ന് എന്തൊക്കെ വാക്കുകളാണ് പഠിച്ചത്? പഠിക്കുക, സ്റ്റഡി. പഠിച്ചു, സ്റ്റഡീഡ്. ഐ സ്റ്റഡീഡ്, ഞാൻ പഠിച്ചു. പഠിക്കുക, സ്റ്റഡി. സ്റ്റഡി ഹാർഡ്, നന്നായി പഠിക്കണം. സ്റ്റഡി ഹാർഡ്, നന്നായി പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റഡി ഹാർഡ് എന്ന് യൂസ് ചെയ്യാം അല്ലേ. നെക്സ്റ്റ് വാങ്ങുക, ബൈ. വാങ്ങുക, ബൈ, അല്ലെങ്കിൽ നമുക്ക് പെർച്ചേസ് എന്ന് പറയാം. വാങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ബോട്ട് അല്ലെങ്കിൽ പെർച്ചേസ്ഡ് എന്ന് പറയാം. സോ വാങ്ങുക, ബൈ. ബൈ മീ എ ഫോൺ, എനിക്കൊരു ഫോൺ വാങ്ങിക്കൂ. ബൈ മീ എ ഫോൺ, എനിക്കൊരു ഫോൺ വാങ്ങിക്കൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. വാങ്ങി, ഐ ബോട്ട് എ ഫോൺ, ഞാനൊരു ഫോൺ വാങ്ങി. ഐ ബോട്ട് എ ഫോൺ. ഹി ബോട്ട് എ ഫോൺ ഫോർ മീ, അവൻ എനിക്കൊരു ഫോൺ വാങ്ങി. ഹി ബോട്ട് എ ഫോൺ, അവൻ ഫോൺ വാങ്ങി. ഇനി കൊണ്ടുവരിക, ബ്രിങ്. വെള്ളം കൊണ്ടുവരൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? ബ്രിങ് മീ വാട്ടർ, എനിക്ക് വെള്ളം കൊണ്ടുവരൂ. അപ്പൊ കൊണ്ടുവരിക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ബ്രിങ് എന്നുള്ളത് യൂസ് ചെയ്തത്. കൊണ്ടുവന്നെങ്കിലോ? ഷീ ബ്രോട്ട് മീ വാട്ടർ. ബ്രോട്ട് മീ വാട്ടർ. ബ്രോട്ട്, ഐ ബ്രോട്ട് എ റിംഗ്, ഞാനൊരു മോതിരം വാങ്ങി. ക്ലിയർ ആണോ? നെക്സ്റ്റ് സെന്റൻസ് തുടങ്ങുക. തുടങ്ങുക എന്നുള്ളതിന് നമുക്ക് ബിഗിൻ അല്ലെങ്കിൽ സ്റ്റാർട്ട് എന്ന് പറയാം. ദ ക്ലാസ് സ്റ്റാർട്ട്സ് അറ്റ് എന്നൊക്കെ പറയാം. ക്ലാസ് തുടങ്ങുന്നത് സ്റ്റാർട്ട്സ് അറ്റ് 8 PM. ക്ലാസ് 8 മണിക്കാണ് തുടങ്ങുന്നത്. സോ സ്റ്റാർട്ട്സ് എന്ന് വെച്ചാൽ തുടങ്ങുക. നമുക്ക് ബിഗിൻ എന്നും യൂസ് ചെയ്യാം. തുടങ്ങി എന്ന് പറയാൻ വേണ്ടിയിട്ട് ബിഗാൻ അല്ലെങ്കിൽ സ്റ്റാർട്ടഡ്. ഐ ബിഗാൻ ലേണിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കടം കൊടുക്കുക, ലെൻഡ്. കടം കൊടുക്കുക, ലെൻഡ്. ക്യാൻ യു ലെൻഡ് മീ? ക്യാൻ യു ലെൻഡ് മീ? നിനക്ക് 10 രൂപ കടം കൊടുക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഈ ലെൻഡ് എന്ന് വെച്ചാൽ കടം കൊടുത്തു. ഐ ലെൻഡ് ഹിം, ഞാൻ അവന് കടം കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ കുറച്ച് വൊക്കാബുലറി ആണ് പഠിച്ചത്. അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഒക്കെയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. സോ ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമെന്റ് ബോക്സിൽ അറിയിക്കാം. ആൻഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് യൂട്യൂബ് ലൈവിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് യൂട്യൂബിൽ ജോയിൻ ചെയ്ത് 8 മണിക്ക് രാത്രി എല്ലാ ദിവസവും ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഒത്തിരി സ്റ്റുഡൻസ് ഇപ്പോൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രീമിയം ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട്. കോഴ്സ് നമ്മൾ നൽകുന്നത് വാട്സാപ്പ് ത്രൂ അല്ല, നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി ലൈവായി ഇൻട്രാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ ഇംഗ്ലീഷ് പഠിക്കാം. സോ അത് നമ്മുടെ പ്രീമിയം ഇംഗ്ലീഷ് കോഴ്സാണ്. അത് അഫോർഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സസ് യൂട്യൂബിൽ കിട്ടും. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കോമെന്റ്സ് ആയിട്ട് അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.